അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ശുഭാംശു ശുക്ലയുമായി സംസാരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യാത്ര പുതുയുഗത്തിന്റെ തുടക്കമെന്ന് മോദി. ഈ യാത്ര ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ളതെന്ന് ശുഭാംശു പറഞ്ഞു. 140 കോടി ഭാരതീയരുടെ മനസ്സിൽ ശുഭാംശു ഉണ്ടെന്ന് മോദി. आज मातृभूमि से, नमस्कार, भारत भूमि से सबसे दूर है, लेकिन भारतवासियों के दिलों के सबसे करीब है. आपके नाम में भी शुभ है और आपकी यात्रा नए युग का शुभ आरंभ भी है. इस समय बात हम दोनों कर रहे हैं, लेकिन मेरे साथ 140 करोड़ भारतवासियों की भावनाएं भी हैं. ये जो मेरी यात्रा है, ये पृथ्वी से ऑर्बिट की 400 किलोमीटर तक की जो छोटी सी यात्रा है, ये सिर्फ मेरी नहीं है. मुझे लगता है कहीं ना कहीं हमारे देश की भी यात्रा है. ഖിലാഫ് അഹമ്മദ് ചേരുന്നു. ഖിലാഫ്, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഒരു ഇന്ത്യൻ പതാകയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ശുഭാംശുവിനോട് സംസാരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇരുവരുടെയും സംഭാഷണം ഇന്ത്യക്കാർ ഒന്നടങ്കം വളരെ ആവേശത്തോടും ആകാംക്ഷയോടുമൊക്കെ ഉറ്റുനോക്കുന്ന ഒന്നാണ്. അവർ തമ്മിൽ പങ്കുവച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാവുന്ന നിമിഷമായിരുന്നു ശുഭാംശുവും അതേപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സംവാദം. നമ്മൾക്ക് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 7 തവണ മാറ്റിവെച്ച ഒരു ദൗത്യവുമായാണ് 4 സംഘം ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചരിച്ചത്. ഇതിൽ ഇന്ത്യയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാംശു ശുക്ല ഉൾപ്പെടുന്നു എന്നത് നമുക്ക് ഏറെ അഭിമാനമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ബഹിരാകാശ നിലയത്തിൽ ഫാൽക്കൺ 9 റോക്കറ്റ് അവിടെ ഡോക്ക് ചെയ്തതിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ ശുഭാംശു ശുക്ലയും സംവാദിക്കുന്നത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ശുഭാംശു ശുക്ലയുടെ പ്രതികരണങ്ങളായിരുന്നു. രാജ്യത്തിനെ പ്രതിനിധീകരിക്കാൻ സാധിച്ചതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് പറഞ്ഞ ശുഭാംശു ഒപ്പം ബഹിരാകാശ നിലയത്തിൽ താൻ സുരക്ഷിതയാണെന്നും പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ചോദ്യങ്ങൾക്കായിരുന്നു ശുഭാംശുവിടെ മറുപടി. പ്രധാനമന്ത്രി പറഞ്ഞത് 140 കോടി ജനങ്ങളുടെ പ്രതിനിധിയായാണ് താൻ ശുഭാംശുവായിട്ട് സംവദിക്കുന്നതെന്നും കൂടാതെ ഈ തൻ്റെ സംസാരത്തിൽ ഈ 140 കോടിയുടെ 40 കോടി ജനങ്ങളുടെയും ആവേശം ഉണ്ടെന്നുമായിരുന്നു നരേന്ദ്രമോദിയുടെ വാക്കുകൾ. കൂടാതെ ഇതിൽ നമ്മൾ ചരിത്ര നേട്ടമാണെന്നും 140 കോടിക്കാർ ഇന്ത്യക്കാരുടെ മനസ്സിൽ ശുഭാംശു ഉണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ജനതയെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവസരം നൽകിയതിന് നന്ദിയെന്നും ശുഭാംശു തിരിച്ച് മറുപടിയും നൽകി. കൂടാതെ ഇന്ത്യൻ ഭക്ഷണമായ ഹൽവ ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങൾ സഹയാത്രികരുമായി പങ്കുവെച്ചെന്നും ശുഭാംശു പറഞ്ഞു. ഇത് എൻ്റെ മാത്രം യാത്രയല്ല, മുഴുവൻ ഇന്ത്യക്കാരുടെ യാത്രയാണ്. ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ഒരു വലിയ ദൗത്യത്തിന് മുന്നോടിയായുള്ള ഒരു ചെറു യാത്ര മാത്രമാണെന്നാണ് ശുഭാംശു പറഞ്ഞത്. ലക്ഷ്മി, ഖിലാഫ് അഹമ്മദാണ് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.